ഈ മാനിഫെസ്റ്റേഷൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ എക്സ്ട്രീംലി ഡാർക്ക് സൈഡ് ഉണ്ട്. ഒരു സംഭവം ഇതുപോലെ ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ, സെമിനാറുകൾ, അതുപോലെ മാനിഫെസ്റ്റോ ഡ്രീം ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോച്ചിങ്ങുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരോട് ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണോ നിങ്ങൾ വാങ്ങുന്നത്, എത്രത്തോളം പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടോ അത്രത്തോളം എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾ എമിറ്റ് ചെയ്യാണ്, അത്രത്തോളം സീരിയസ് ആയിക്കാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ റിസൾട്ടിനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. പിന്നെ ഇത് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ ഇവർ പറയുന്നത് അത് നിങ്ങളെ തെറ്റാണെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനാണ് ആ ഒരു സംഭവം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, മാനിഫെസ്റ്റേഷനെ കുറിച്ച്. ഞാനാണ് നിങ്ങളെ ഡ്രീം ലൈഫ് കോച്ച് എന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സംഭവം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തെറ്റാണ്. നിങ്ങൾ മര്യാദക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൽ എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ശരിക്കും വിശ്വസിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞാണ്ട് നിങ്ങളെ മേത്തേക്ക് തന്നെ അതിൻ്റെ ബ്ലെയിം ഒരു പാസ് ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെയാണ് അത് അച്ചീവ് ചെയ്യാത്തതിന് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ പോലും നിങ്ങളെ വിശ്വസിപ്പിക്കും.